കഴിഞ്ഞ ഒരു ഒരു 2-3 ആഴ്ചകളായി അല്ലെ 2-3 ആഴ്ചകളായി പിണറായി വിജയന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ബാലഗോപാലിന്റെ ചീത്തയൊക്കെ കേട്ടാ, ബാലഗോപാൽ നിയമസഭയിൽ വെച്ചിട്ട് പിണറായി വിജയനെ പിണറായി വിജയനെ നേരത്തെ ആക്രോശിച്ച ആ സംഭവത്തിലൊക്കെ പിണറായി വിജയൻ കഴിഞ്ഞൊരു 3 ആഴ്ചയായിട്ട് ഭയങ്കര മൂഡൌട്ടിലാണ്. കാരണം പിണറായി വിജയന്റെ ശരീരഭാഷ കണ്ടാൽ അറിയാം, ഒന്ന് പ്രായത്തിന്റെ അവശതകളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും പിണറായി വിജയന്റേതായ ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ നേരത്തെ കണ്ട് പരിചയമുണ്ടല്ലോ. അത്തരത്തിലുള്ള പിണറായി വിജയൻ അല്ല ഇപ്പം. കാരണം പിണറായി വിജയനെ നന്നായിട്ട് അറിയാം, താനിതാ അകപ്പെടാൻ പോവുകയാണ്, ഇഡി വിരിച്ച വലയിൽ താൻ കുടുങ്ങാൻ പോകുകയാണ് എന്ന് മറ്റാരെക്കാളും വ്യക്തമായി പിണറായി വിജയൻ അറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് പിണറായി വിജയന്റെ ഈ ഒരു കാരണം ആരായാലും ടെൻഷനാകും. ആ ടെൻഷൻ പിണറായി വിജയന്റെ മുഖത്തുണ്ട്. പിണറായി വിജയനെ ഏതു നിമിഷവും ഇഡി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചേക്കാം. ഇഡി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ അറസ്റ്റ് ആവാം. അതോടുകൂടി പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയാണ്. പിന്നെ പിണറായി വിജയന്റെ ഒരു തരത്തിലുള്ള ആധിപത്യവും പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല. കാരണം ആദ്യമായി PB അംഗമായ പിണറായി വിജയൻ, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം ഭരിച്ച പിണറായി വിജയൻ, CPM-ന്റെ അമരത്ത് കഴിഞ്ഞ 15 വർഷമായി, അതിനു മുമ്പുള്ള 15 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി കേരള CPM-നെ അടക്കി ഭരിച്ചിരുന്ന പിണറായി വിജയൻ സാമ്പത്തിക അഴിമതിയുടെ പേരിൽ ഇഡിയുടെ പിടിയിലാവുന്നു, അറസ്റ്റിലാവുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നു, പിണറായി വിജയൻ തീർന്നു. ഇത് പിണറായി വിജയന് മാത്രമല്ല, CPM-ലെ ഉന്നത നേതാക്കൾക്കും ഇതിന്റെ ഒരു സൂചന കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾക്ക് അത്ഭുതപ്പെടാറുണ്ട്. ഈ കണ്ണൂരിലെ എന്തുകൊണ്ടാണ് ഈ കണ്ണൂർ ലോബി, ഇന്നലെ വരെ പിണറായി വിജയനൊപ്പം നിന്ന EP ജയരാജൻ, ഇന്നലെ വരെ പിണറായി വിജയനൊപ്പം നിന്ന PK ശ്രീമതി, ഇന്നലെ വരെ പിണറായി വിജയനൊപ്പം നിന്ന KK ശൈലജ തുടങ്ങിയ ആൾക്കാർ എന്തുകൊണ്ടാണ് വളരെ വളരെ രൂക്ഷമായി തന്നെ അല്ലെങ്കിൽ വളരെ തുറന്ന് പിണറായി വിജയനെതിരെ ഒരു പോരിനിറങ്ങിയത്? കാരണം ഈ വിഴിഞ്ഞം പ്രശ്നത്തിന് നമുക്കറിയാലോ, EP വളരെ കൃത്യമായി പറഞ്ഞു, വെറുതെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കണ്ട. ആരാ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയത്? പിണറായി വിജയനാണ് ഇതിന് തുടക്കമിട്ടത്. അങ്ങനെ ഇതിൽ ഒരു കാര്യവുമില്ല, ഇങ്ങനെ വെറുതെ നമ്മള് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കണ്ട, ഈ കരാറിന് പിന്നിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വളരെ കൃത്യമായി EP പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ KK രാഗേഷ് ഇതിന്റെ ഇടയിൽ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം, അങ്ങനെ പറയില്ലോ, ഓണത്തിനിടയിൽ പൂട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ, പൂട്ടല്ല പുട്ടുകച്ചവടം, ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ നമ്മുടെ KK രാഗേഷ് അപ്പോഴത്തേക്ക് KK രാഗേഷിന്റെ പഴയ ഒരു ദൗർബല്യം ഉണർന്നെണീറ്റു. എന്ന് പറഞ്ഞാൽ ദിവ്യ SIയെ അവിടുന്ന് മാറ്റിയത് ശരിയായില്ല എന്ന് പറഞ്ഞ് രാഗേഷിന്റെ നിലവിളി, അത് സംബന്ധിച്ച് ഞാൻ 1-2 വീഡിയോ ഒക്കെ ചെയ്തിരുന്നല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് KK രാഗേഷ് പറയുന്നതിൽ ഒരു കാര്യവുമില്ല, ദിവ്യ IAS-നെ അല്ലെങ്കിൽ ദിവ്യ IAS-നെ ഒരു ഗവൺമെന്റ് മാറി വരുമ്പോൾ സ്വാഭാവികമായും ഈ IAS ഉദ്യോഗസ്ഥരൊക്കെ മാറ്റും, അത്രയേ ഉള്ളൂ. ഏതാണ്ട് ഒരു 50-ലേറെ IAS ഉദ്യോഗസ്ഥന്മാരെ UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റി നിയമിച്ചിട്ടുണ്ട്. ഈ 50-ൽപ്പെട്ട ഒരാളാണ് ദിവ്യ SIR. അതല്ലാതെ ദിവ്യ SIR ഈ പറയുന്ന IAS ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ എന്തോ വലിയ ആളൊന്നല്ലല്ലോ. ഈ 50 IAS ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഒരാളാണ് ദിവ്യ SIR. അപ്പൊ 50 പേരെ മാറ്റിയതിനെ കുറിച്ച് ആരൊന്നും മിണ്ടുന്നില്ല. ഈ KK രാഗേഷിന് ആകെ പരാതി ദിവ്യ SIയെ മാറ്റി, അത് സൂക്കട് വേറെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് സംസാരിച്ച് തുടങ്ങിയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ അത് മാറ്റി. പക്ഷേ PK ശ്രീമതിക്കറിയാം, KK ശൈലജക്കറിയാം ഇവന്റെ സൂക്കട് ആരുടെ, KK രാഗേഷിന്റെ. അതുകൊണ്ടാണ് അവര് കൃത്യമായി പറഞ്ഞത് KK രാഗേഷ് പറയുന്നത് ശരിയല്ല. നിങ്ങൾ ആലോചിക്കണം, KK രാഗേഷ് എന്ന് പറയുന്നത് ഇപ്പൊ കണ്ണൂർ ജില്ലയില് CPM-ന്റെ ഏറ്റവും ശക്തി ദുർഗമായ കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം ആർക്കാണ്? കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറിക്കാണ്. കാരണം CPM-ന്റെ ഒരു ഘടന എങ്ങനെയാണല്ലോ അല്ലെ, സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ കഴിഞ്ഞാൽ പിന്നെ ഈ 14 ജില്ലാ സെക്രട്ടറിമാരിൽ വെച്ചിട്ട് ഏറ്റവും കരുത്തനാവേണ്ട സെക്രട്ടറി കണ്ണൂരിലെ സെക്രട്ടറിയാണ്. പക്ഷേ KK രാഗേഷ് എന്ന് പറയുന്നത് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത, ആ കണ്ണൂരിൽ തന്നെ ഒരാൾക്ക് പോലും കണ്ടുകൂടാത്ത, കണ്ണൂരിലെ മുഴുവൻ ആൾക്കാരും പറയുന്നു, ആൾക്കാരല്ല കണ്ണൂരിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകരും പറയുന്നു, പാർട്ടി നേതാക്കൾ പറയുന്നു, പ്രാദേശിക നേതാക്കളൊക്കെ പറയുന്നു, ഇവനെ മാറ്റണം, ഇവന് ഒരു യോഗ്യതയുമില്ല കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറി ആവാൻ. ഏറ്റവും ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത ഒരു വൻ തോൽവി സംഭവിച്ചിട്ട് കൂടി ഇവൻ അവിടെ തന്നെ കടിച്ചു തൂങ്ങുകയാണ്. കാരണം ഇവൻ പെട്ടി തൂക്കിയാണ് പിണറായി വിജയന്റെ. അപ്പം പിണറായി വിജയന്റെ പെട്ടി തൂക്കിയായ KK രാഗേഷിനെതിരെ KK ശൈലജയും PK ശ്രീമതിയും പോരിനിറങ്ങുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർ പോരിനിറങ്ങുന്നത് പിണറായി വിജയനെതിരെയാണ്. അപ്പോൾ KK ശൈലജക്കറിയാം, PK ശ്രീമതിക്കറിയാം, MV ഗോവിന്ദൻ അറിയാം, MA ബേബിക്കറിയാം, ഐസക്കിനറിയാം,
മിക്കവാറും ആ ശ്രേണിയിൽപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ അറിയാം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്നത് പിണറായി വിജയനെ ഇഡി പിടിക്കും. ഇഡി പിണറായി വിജയനെ പിടിക്കുന്നതോട് കൂടിയിട്ട് പിണറായി എന്ന് പറയുന്ന ഒരു അധ്യായം അവസാനിക്കുകയാണ് പാർട്ടിയിൽ. ഇത് നേരത്തെ അറിഞ്ഞ ഒരൊറ്റ ബലത്തിലാണ് ഇവർ പിണറായി വിജയനെതിരെ ഈ പോർവിളി തുടങ്ങിയത്. അല്ലാതെ നിങ്ങൾ കരുതുന്നുണ്ടോ പിണറായി വിജയൻ ഇക്കാലം അത്രയും എന്താ പറയാ ഏറ്റവും സി പി എമ്മിലെ ചോദ്യം ചെയ്യാനാവാത്ത, ആർക്കും ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടാത്ത ആ രീതിയിലുള്ള ഒരു എന്താ പറയാ ആ ഒരു അവസ്ഥയായിരുന്നു പിണറായി വിജയന് കഴിഞ്ഞ 4 നൂറ്റാണ്ടായിട്ട്. ഇതെങ്ങനെയാണ് കഴിഞ്ഞ ഒരു 3-4 ആഴ്ചകൾക്കുള്ളിൽ ഇതെങ്ങനെയാണ് അട്ടിമറിഞ്ഞു പോയത്? പിണറായി വിജയൻ തോറ്റിട്ടാണോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ധർമ്മടത്ത് 6 റൗണ്ട് പിന്നെ പോയി, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ 1/4 കൂടി കിട്ടിയില്ല. തുടങ്ങിയ കാര്യങ്ങളൊന്നും അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇയാളിപ്പം പ്രതിപക്ഷ നേതാവായി വരുമോ? ഇല്ലല്ലോ. അപ്പൊ ഈ കേരളത്തില് LDF എന്താ പറയാ മൂടുകുത്തി വീണിട്ടും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വമ്പിച്ച പരാജയം ഉണ്ടായിട്ടും പിണറായി വിജയൻ പിടിച്ചു നിൽക്കുകയാണ്. പിണറായി വിജയനെ മാറ്റണമെന്ന് താഴെ തട്ടിലുള്ള ആൾക്കാരാണ് പറയുന്നത്. താഴെ തട്ടിലുള്ള, അതായത് ഈ പറയുന്ന ബ്രാഞ്ചിലെയും ലോക്കലിലെയും ഏരിയയിലെയും ഈ 14 ജില്ലാ കമ്മിറ്റികളിലൊക്കെ ഉള്ള സഖാക്കൾ പറയുന്നു പിണറായി വിജയനാണ് ഏക കാരണം. പക്ഷെ അതിന്റെ മേലേക്ക് സംസ്ഥാന സമിതിയിലേക്ക് പോകുമ്പോൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോകുമ്പോൾ ഇവര് സമർപ്പിക്കുന്ന PBS സമർപ്പിച്ച റിപ്പോർട്ടിലൊക്കെ പിണറായി വിജയൻ വെള്ളപൂശുകയാണ്. MA ബേബി പോലും തുറന്നു പറയുന്നില്ല. കാരണം MA ബേബി പറഞ്ഞ ഈ പരാജയത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് MA ബേബി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞതൊക്കെ വ്യക്തിപരമായി പിണറായി വിജയന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഇതിന്റെ സൂചന പിണറായി വിജയൻ തന്നെയാണ് എന്നാണ്. അപ്പൊ ഇവര് കഴിഞ്ഞ 3-4 ആഴ്ചയായി ഇവര് പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യുന്നത് പിണറായി വിജയൻ ദുർബലനാവാൻ പോകുന്നു, പിണറായി വിജയന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നു, പിണറായി വിജയനെ ഉടൻ ഇഡി പിടിക്കും എന്ന് കേരളത്തിൽ മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നവര് ആരാണ്? പിണറായി വിജയനും പിണറായി വിജയന്റെ കൂടെയുള്ള ഈ നേതാക്കന്മാരുമാണ്. അതിന്റെ പ്രതിഫലനങ്ങളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെതിരെയുള്ള ഈ പടയൊരുക്കം. അതല്ലാതെ ഏറ്റവും ശക്തനായ, ഒരു കാലത്തും ശക്തി നഷ്ടപ്പെടില്ല എന്ന രീതിയിലുള്ള പിണറായി വിജയനെ ആക്രമിക്കാനൊന്നും ആരും നിൽക്കില്ല. കാരണം തലപോകുന്ന കേസാണ്. പക്ഷെ ഇവർക്ക് അറിയാം പിണറായി വിജയനെ പത്തിക്കടിക്കാം പിണറായി വിജയനെ. കാരണം പിണറായി കുടുങ്ങാൻ പോവുകയാണ്. ഇത് പിണറായിക്ക് അറിയാം. അതുകൊണ്ടാണ് പിണറായി, നിങ്ങൾ ആലോചിച്ച് നോക്കണം, പിണറായിക്കെതിരെ ഇങ്ങനെ ഒരു പടയൊരുക്കം നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഭീതിയില്ലാത്ത, പേടിയില്ലാത്ത, അല്ലെങ്കിൽ ഇഡി ഇങ്ങനെ ഒരു നീക്കം നടത്തുമെന്നൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു പിണറായി ആയിരുന്നെങ്കിൽ ഇവർക്കെതിരെ ആഞ്ഞടിക്കില്ലേ പിണറായി? അല്ലെ? പിണറായി മിണ്ടുന്നില്ല. കാരണം പിണറായിക്ക് അറിയാം പിണറായി ആകെ എന്താ പറയാ വലിഞ്ഞു മുറുകിയ ഒരവസ്ഥയിലാണ്. കാരണം ഒരു 4 നൂറ്റാണ്ട് കെട്ടിപ്പടുത്തൊരു സാമ്രാജ്യമല്ലേ ഇടിയാൻ പോകുന്നത്. ആ കുടുംബം മൊത്തം അതാണ് നമ്മൾ നോക്കേണ്ടത്. വീണ എന്തായാലും അകത്താകുന്നുള്ള ഉറപ്പായി. വീണയുടെ ഈ അക്കൗണ്ട് കാര്യങ്ങൾ ഇടപാടുകൾ നടത്തി, അല്ലെങ്കിൽ വിദേശത്ത് ആ രീതിയിലുള്ള വൻ തിരിമറി നടത്തി എന്ന് സംശയിക്കപ്പെടുന്ന വീണയുടെ സഹോദരനും പിടിയിലാവുകയും വീണയുടെ അച്ഛനായ പിണറായി വിജയനും പിടിയിലാവുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയും അപമാനകരമായ രീതിയിൽ ഒരു പാർട്ടി കുടുംബം മൊത്തം അകത്താകുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ സ്വപ്നയുണ്ടല്ലോ, സ്വപ്ന സുരേഷ് വീണ്ടും ഇതാ കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഇവര് ജനം TVക്ക് നമ്മുടെ അനിൽ നമ്പ്യാരുമായിട്ട് ഏതാണ്ട് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഇന്റർവ്യൂ അവര് കൃത്യമായി കാര്യങ്ങൾ തുറന്നടിച്ചു. പിണറായി വിജയന്റെ കുടുംബത്തെ ഒന്നടങ്കം എടുത്ത് വലിച്ചു പുറത്തേക്ക് ഇട്ടിട്ട്, കമലേച്ചി ഉൾപ്പെടെ പുറത്തേക്ക് ഇട്ടിട്ട് ഇവരാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ വരെ സ്വപ്ന പറഞ്ഞു കിട്ടോ. ഇപ്പൊ സ്വപ്ന ഇതാ ഓരോരോ ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പൊ DNA ചാനലിൽ നടത്തിയ ഇന്റർവ്യൂ കണ്ടു. പിന്നെ ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ 3-4 ഈ പറയുന്ന ചാനലുകൾക്ക് സ്വപ്ന ഇന്റർവ്യൂ നൽകി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വപ്നയും രംഗത്തെത്തിയിരിക്കുന്നു. സ്വപ്ന ഒരുപാട് 164 സ്റ്റേറ്റ്മെന്റ്സ് പിണറായി വിജയനെതിരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഴയ ബിരിയാണി ചെമ്പും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഇതിലൊന്നും ഒരു തുടരന്വേഷണവും നടത്തിയിരുന്നില്ല. കാരണം അന്നൊക്കെ കേന്ദ്ര സർക്കാർ പിണറായി വിജയനൊപ്പമായിരുന്നു. കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് ഇവിടെ പിണറായി വിജയനെ വാഴിക്കുകയായിരുന്നു. അവരുടെ ലക്ഷ്യം കോൺഗ്രസ് വരരുത്, കോൺഗ്രസിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്, കോൺഗ്രസിന് അധികാരം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് പിണറായി വിജയനെ അകമഴിഞ്ഞ് സഹായിക്കുകയായിരുന്നു. പക്ഷേ
സ്ഥിതി മാറി. ഇവിടെ കോൺഗ്രസ് വൻ ശക്തിയായി കേരളത്തിൽ അധികാരമേൽക്കുകയും വി ഡി സതീശൻ എന്ന് പറയുന്ന കരുത്തനായ മുഖ്യമന്ത്രി ഒരുപാട് ഒരു വലിയ വിഷനോടെ കേരളത്തില് ഒരു ജനങ്ങൾക്കാകെ ഒരു വൻ പ്രതീക്ഷയാവുകയും ചെയ്ത അവസരത്തിൽ BJPക്ക് നന്നായിട്ട് അറിയാം അടുത്ത രണ്ടോ മൂന്നോ തവണ എന്തായാലും ഉറപ്പിക്കാം ഇനി കേരളത്തിൽ ഒരു ഭരണമാറ്റം സംഭവിക്കില്ല. ഇനി വരാൻ പോകുന്ന ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ BJP ആണ്. പക്ഷെ BJP എത്രമാത്രം ശക്തമായി കേരളത്തിൽ കളം പിടിക്കുമെന്ന് അവർക്ക് തന്നെ ഒരു സംശയമുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം CPM-ന് ഇനി താങ്ങേണ്ട കാര്യമില്ല, താങ്ങിയിട്ട് ഒരു കാര്യമില്ല. കാരണം കോൺഗ്രസ് ശക്തിപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ അവര് ഇന്നലെ വരെ പിണറായി വിജയന് കൊടുത്ത എല്ലാ പിന്തുണയും BJP അവസാനിപ്പിക്കുകയാണ്. ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ കാത്തിരിക്കുക, കൗണ്ട് ഡൗൺ തുടങ്ങി. അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം അല്ലെ. കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ റോക്കറ്റൊക്കെ വിക്ഷേപിക്കുന്ന പോലെ പിണറായി വിജയന്റെ കുടുംബത്തെയും ഇങ്ങനെ പറയാ ശൂന്യാകാശത്തിലേക്ക് കയറ്റിവിടാനുള്ള കൗണ്ട് ഡൗൺ ED തുടങ്ങിക്കഴിഞ്ഞു. എണ്ണിക്കോ, അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ പറയുന്ന ഈ പൊട്ടിത്തെറി നടന്നിരിക്കും. കേരള രാഷ്ട്രീയത്തിൽ വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു വലിയ പൊട്ടിത്തെറി നടന്നേക്കാം എന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. ഇത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കൊക്കെ അറിയാലോ, കഴിഞ്ഞ 2-3 മാസങ്ങളായി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് നിമിഷവും പിണറായിയുടെ മകൾ വീണ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, പിണറായിയുടെ മകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, അതല്ലെങ്കിൽ അതിലുപരി പിണറായി വിജയനെ തന്നെ അറസ്റ്റ് ചെയ്തേക്കാം തുടങ്ങിയ ചില സൂചനകളാണ് കഴിഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2-3 മാസങ്ങളായി നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടായിരുന്നു ഈ റെയ്ഡൊക്കെ. അതായത് പിണറായി വിജയന്റെ വീട്ടിലും നമ്മുടെ വീണയുടെ രണ്ടാം ഭർത്താവായ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഏതാണ്ട് ഒരു 11ഓളം ഇടങ്ങളിൽ EDയുടെ റെയ്ഡ് നടന്ന വിവരം നമ്മൾ അറിഞ്ഞു. അതിനുശേഷം വീണയെ 2 പ്രാവശ്യം ചോദ്യം ചെയ്തു. വീണയെ മാത്രമല്ല, ഈ ഇടപാടുമായി ബന്ധപ്പെട്ട കരിമണൽ കർത്തായുടെ കുടുംബ അംഗങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്ത വിവരങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയത്. വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്ന ഒരു സൂചനയും ലഭിച്ചിരുന്നു കേട്ടോ. അതിന്റെ ഇടയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ വീട് അതിന്റെ ഫോട്ടോ എടുത്ത് ED ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോയി. വില്ലേജ് ഓഫീസർ കൂടെ ഉണ്ടായിരുന്നു. വീണയുടെ പേരിലുള്ള സ്ഥലം അതിന്റെയും ഫോട്ടോ എടുത്തു. അത് സംബന്ധിച്ച റെക്കോർഡുകൾ ആ സ്ഥലത്തിന്റെ, അതായത് വീണയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ കുറിച്ചുള്ള വിവരങ്ങൾ, ഈ പിണറായി വിജയന്റെ കണ്ണൂരിലുള്ള വീടിന്റെ വിശദാംശങ്ങൾ, അതിന്റെ രേഖകൾ, അതിന്റെ ഈ ആധാരത്തിന്റെ ഒക്കെ പകർപ്പുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ED ഉദ്യോഗസ്ഥന്മാർ അതാത് വില്ലേജ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന വിവരങ്ങളാണ് കേട്ടോ. ഇതിന്റെ ഒരു തുടർച്ച എന്നുള്ള ഒരു രീതിയിൽ EDയുടെ പ്രമുഖ ഉദ്യോഗസ്ഥർ, അതില് EDയുടെ അഡീഷണൽ ഡയറക്ടർ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലെത്തിയിട്ട് ഒരു പ്രത്യേക ഒരു ഉന്നതതല യോഗം 2 ദിവസം മുമ്പ് ചേർന്നതായ ഒരു വിവരം കിട്ടി കേട്ടോ. കാരണം EDയുടെ നീക്കങ്ങളൊക്കെ വളരെ വളരെ ആസൂത്രിതമായിട്ടാണ് EDയുടെ ഓരോ നീക്കവും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. കാരണം ഈ പുള്ളികളൊക്കെ, അതായത് ആരെയാണോ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ആർക്കെതിരെയാണോ നടപടിയെടുക്കാൻ പോകുന്നത്, അത്തരം ആളുകളൊക്കെ സമൂഹത്തിൽ വളരെ ഉന്നത നിരയിലുള്ളവരും ഒരുപാട് സ്വാധീന ശക്തിയുള്ളവരും ഒക്കെ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ EDയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ അതീവ രഹസ്യമായിരിക്കും, അതീവ സൂക്ഷ്മതയോടെ, അതീവ കൃത്യതയോടെ ഒക്കെ ഉള്ളതായിരിക്കും. കാരണം നമുക്കറിയാലോ, ഈ വീട് റെയ്ഡ് ചെയ്തത്, പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തതൊക്കെ അതിന്റെ ഒരു നേരിയ സൂചന പോലും ലഭിച്ചില്ല. കാരണം ഈ വിവരം സംസ്ഥാന പോലീസ് അധികൃതരെ പോലും അറിയിക്കാതെ വളരെ രഹസ്യമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് കേട്ടോ. പക്ഷെ അതിനുശേഷമുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ തുടങ്ങി. കാരണം ഇതിന് വഴിവെച്ചത് യഥാർത്ഥത്തിൽ ഈ സഖാക്കൾ തന്നെ ആയിരുന്നു കേട്ടോ. നമുക്കറിയാലോ, ഈ EDയുടെ വണ്ടി, അതായത് ED ഉദ്യോഗസ്ഥന്മാര് ഈ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങി വരവേ അവരുടെ 2 വാഹനങ്ങൾ CPMന്റെ ഗുണ്ടകൾ തകർത്തു. അതില് ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചത് മാത്രമല്ല, ആക്രമിച്ചു. അതിൽ ആ ഡ്രൈവറുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. അത് സംബന്ധിച്ച് ഇപ്പം ഏറ്റവും മറ്റൊരു നമ്മള് പലരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു വാർത്ത എന്താണെന്ന് അറിയോ? 25 സഖാക്കൾ, 25 സഖാക്കൾ ജയിലിൽ കിടക്കുകയാണ് കേട്ടോ. എത്ര ദിവസമായി അറിയോ? 1.5 മാസമായി. 1.5 മാസത്തിലേറെയായി 25 സഖാക്കന്മാർ എന്നവരെ വിളിക്കേണ്ട,
യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ ക്രിമിനലുകൾ, CPM ഗുണ്ടകൾ, അതിന്റെ കൂടെ നിഷ്കളങ്കരായ ചില അടിമകളും, ഈ SFI DYFI പ്രവർത്തകരായ ചില അടിമകളും ഇതിന്റെ കൂടെ പെട്ടുപോയിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 26 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. അവർക്ക് ഒരാൾക്കൊഴികെ ബാക്കി 25 പേർക്കും ജാമ്യം കിട്ടിയില്ല. ഇവരെ കയ്യാമം വെച്ചിട്ട് ഈ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. ഏറ്റവും അവസാനത്തെ IP ബിനു എന്ന് പറയുന്ന CPM തിരുവനന്തപുരത്തെ പ്രമുഖനായ നേതാവ്, ഇയാളാണ് ചീമുട്ട എറിഞ്ഞത്. അങ്ങനെ മുട്ട ബിനു എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അങ്ങനെ മുട്ട ബിനു ഉൾപ്പെടെയുള്ള ആൾക്കാരെ പോലീസ് ഈ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഇവര് എന്ന് പറഞ്ഞ 25 പേര് ഇപ്പം ജയിലിലാണ്. നിങ്ങൾ നോക്കണേ. അതായത് ഈ പാവം ഈ 25 CPM നേതാക്കന്മാരല്ല, CPM അണികൾ അല്ലെങ്കിൽ പ്രവർത്തകര്, എന്താ പറഞ്ഞാൽ അന്തംഗമ്മികള്. ഈ 25 അന്തംഗമ്മികള് എന്താവശ്യത്തിനാണ് അവർ ജയിലിൽ പോയി ഉണ്ട തിന്നുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞത് എന്താന്ന് വെച്ചാൽ ഈ 25 പേരിൽപ്പെട്ട 3 പേരുടെ കുടുംബാംഗങ്ങള് പാർട്ടി ഓഫീസിൽ ചെന്നിട്ട്, തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റിയിൽ ചെന്നിട്ട് പ്രശ്നമുണ്ടാക്കി എന്നാണ് നമ്മൾ കേട്ടത്. എന്ന് പറഞ്ഞാൽ അവരുടെ വീടുകളിൽ തീ പുകയുന്നില്ലെന്ന്. അവരുടെ വീടുകളിൽ ആകെയുള്ള ഉപജീവന മാർഗം ഈ പറയുന്ന ആൾക്കാരായിരുന്നു. ഇവര് ജയിലിൽ കിടക്കുകയാണ്. ഇവര് ജയിലിൽ കിടക്കുന്നത് ഇവരുടെ ഒരു അതിർത്തി തർക്കമോ അല്ലെങ്കിൽ ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലോ ഒന്നുമല്ല. ഇനി മറ്റൊരു പാർട്ടിയുടെ പ്രശ്നത്തിന് വേണ്ടി പോലും അല്ലാന്നേ. ഇവര് വീണ വിജയൻ ചെയ്ത തോന്നിവാസം, അല്ലെ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ചെയ്ത ഈ പറയുന്ന എന്താ പറയാ സാമ്പത്തിക അഴിമതി എന്ന് പറഞ്ഞാൽ ഈ ചെയ്യാത്ത സേവനത്തിന് കരിമണൽ കർത്തായിൽ നിന്ന് പൈസ വാങ്ങി 2.78 കോടി വാങ്ങി പുട്ടടിച്ചു കഴിഞ്ഞു. ഇതിന്റെ പേരിലാണ് ഈ പാവങ്ങള് ED ഉദ്യോഗസ്ഥന്മാര് അത് വീട് റെയ്ഡ് ചെയ്യാൻ വന്ന് ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്നത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഈ മണ്ടന്മാരുടെ ഒരു അവസ്ഥ. വീണ വിജയന്റെ അച്ഛൻ പിണറായി വിജയനും വീണ വിജയന്റെ സഹോദരൻ വിവേകും വളരെ സുഖസുന്ദരമായി AC മുറികളിൽ കിടന്നുറങ്ങുമ്പോ ഈ 25 മണ്ടന്മാർ അന്തംകമ്മികൾ ജയിലില് കൊതുകടിയും കൊണ്ടിട്ട് ജയിലിൽ ഉണ്ട നിന്ന് കഴിയുകയാണ്. ഇവർ അടുത്ത കാലത്തൊന്നും ഇവർ പുറത്തിറങ്ങാൻ പോകുന്നില്ല കേട്ടോ. കാരണം കേസിൽ ED കക്ഷി ചേർന്നിരിക്കുകയാണ്. മാത്രമല്ല ഈ കേസിൽ CPM ഉന്നതരായ നേതാക്കൾക്കെതിരെ അന്വേഷണം ഉടൻ വരുമെന്നാണ് കേൾക്കുന്നത്. അതായത് മറ്റേ അപ്പം ഗോവിന്ദൻ, ബ്രിട്ടാസ്, ശിവൻകുട്ടി, വി ജോയ് തുടങ്ങിയ ആ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഈ ആൾക്കാരെ 100-300ഓളം CPM ആളുകളാണ് അവിടെ തടിച്ചുകൂടിയത്. ഈ 100-300 ആൾക്കാരെ വിളിച്ചു വരുത്തിയതാണ് കച്ചറ ഉണ്ടാക്കാൻ. എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം കത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ED ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇനി ഇങ്ങോട്ടേക്ക് ആരും വരണ്ട. ED ഉദ്യോഗസ്ഥന്മാർ പിണറായി വിജയന്റെ വീട് ഇനി റെയ്ഡ് ചെയ്യാൻ വരരുത്, അവരെ പേടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ക്രിമിനൽ സംഘത്തെ വിളിച്ചു വരുത്തിയത്. വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തത് ഈ പറയുന്ന നേതാക്കന്മാരാണ്. അപ്പൊ ഇത് സംബന്ധിച്ച് ഇതിന്റെ പിന്നിലൊരു അതിശക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇത് വളരെ ആകസ്മികമായി ഉണ്ടായ ഒരു സംഭവമല്ല. ഈ ആൾക്കാര് അവിടെ കൂടിച്ചേർന്ന 300 ആൾക്കാരെയും വിളിച്ചു വരുത്തിയതാണ്. ED ഉദ്യോഗസ്ഥന്മാരെ മനഃപൂർവ്വം ആക്രമിച്ചതാണ്. ഇതിന് പ്രേരണ ചെലുത്തിയത് ഈ നേതാക്കന്മാരാണ് എന്ന രീതിയിലുള്ള ഒരു അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. മിക്കവാറും ഗോവിന്ദൻ പിടിയിലാകും, വി ജോയ് പിടിയിലാകും എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പിടിയിലാകും കേട്ടോ. അത്തരം കാര്യങ്ങൾ ED ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതൊന്നല്ല നിങ്ങളോട് പറയുന്നത്. അടുത്ത ഒരു ഏതാനും ദിവസങ്ങൾക്കകം കേരളം ഞെട്ടിത്തെറിക്കാൻ പോകുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ അടുത്ത EDയുടെ നീക്കം എന്താണ്? ED എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൊച്ചിയിൽ ഈ അഡീഷണൽ ഡയറക്ടർ ഉൾപ്പെടെ ചേർന്നിട്ട് ഈ ഒരു അതീവ രഹസ്യമായ ഒരു മീറ്റിംഗ് നടന്നത്? കാരണം അവർ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ്. അതിൽ സംശയിക്കപ്പെടാൻ പോകുന്നത് ഒന്ന്, പിണറായിയുടെ മകനെ അടുത്ത് തന്നെ ED നോട്ടീസ് നൽകിയേക്കും എന്നുള്ളതാണ് ഒരു സൂചന കേട്ടോ. കാരണം വീണയുടെ വിദേശത്തുള്ള അക്കൗണ്ടുകൾ, വീണയുടെ അബുദാബിയിലുള്ള വീണയുടെ അക്കൗണ്ട് ഇപ്പോ അത് നേരത്തെ തന്നെ ED അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ആ അക്കൗണ്ട് ഒരു പ്രത്യേക കാലത്ത് മാത്രം പ്രവർത്തിച്ചു. അത് കഴിഞ്ഞപ്പം ആ അക്കൗണ്ട് അവസാനിപ്പിച്ചു. മാത്രമല്ല ആ ബാങ്കിലെ ഇത് സംബന്ധിച്ച് അവരുടെ എല്ലാ രേഖകളും, അതായത് വീണ വിജയൻ ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു, എത്രമാത്രം ട്രാൻസാക്ഷൻ നടന്നു തുടങ്ങിയ ബാങ്കിലെ രേഖകൾ പോലും നശിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ടോ. അപ്പൊ അബുദാബിയിലെ
ബാങ്കിലൂടെ എത്രമാത്രം തുകയാണ് വീണയുടെ അക്കൗണ്ടിലേക്ക് വന്നത്, അവിടുന്ന് എങ്ങോട്ടേക്കൊക്കെ പോയി, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് മാറ്റിയത്, ആരാണ് വീണയുടെ അക്കൗണ്ട് ഒക്കെ അവിടെ കൈകാര്യം ചെയ്തത്, മിക്കവാറും അത് കൈകാര്യം ചെയ്തത് വിവേകാണ് എന്നുള്ളതാണ് ഇ ഡിക്ക് ലഭിച്ച സൂചന. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം പണം, ഇപ്പൊ നമ്മുടെ മുന്നിൽ ഉള്ള കണക്ക് എന്ന് പറഞ്ഞാൽ 2.78 കോടി രൂപയാണ്. അതായത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ കണ്ടെത്തലിനെ തുടർന്ന് ROCയും SFIOയും നടത്തിയ അന്വേഷണത്തിന്റെ ഫലമായി നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഇവരുടെ ഈ രേഖകളിലുള്ളത് 2.78 കോടിയാണ് വീണ തട്ടിയത് എന്ന് തന്നെ പറയാം. എന്ന് പറയാൻ തട്ടിപ്പാണല്ലോ. കാരണം ഒരു പണിയും ചെയ്യാതെ, ഒരു സേവനവും ചെയ്യാതെയാണ് കരിമണൽ കർത്തായുടെ കമ്പനിയിൽ നിന്ന് മാസം 8 ലക്ഷം രൂപ വീതം, 5 ലക്ഷം രൂപ വീണക്കും 3 ലക്ഷം രൂപ വീണയുടെ ഈ കടലാസ് കമ്പനിക്കും, അങ്ങനെയാണ് 8 ലക്ഷം രൂപ ഏതാണ്ട് ഒരു 3 വർഷക്കാലത്തിനിടയിൽ വീണ വാങ്ങി. അതാണ് എല്ലാം കൂടി 2.78 കോടിയായത്. ഈ 2.78 കോടി മാത്രമല്ല എന്നുള്ളതാണ് ഷോൺ ജോർജ് നേരത്തെ നമ്മളോട് പറഞ്ഞതാണ്. ഇതൊക്കെ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ്. ഇതിന്റെ എത്രയോ ഇരട്ടി കോടികളാണ് വീണയുടെ ഈ അക്കൗണ്ടിലേക്ക് വന്നത്. പക്ഷേ ആ അക്കൗണ്ട്, വിദേശത്തുള്ള അക്കൗണ്ട്, അതിന്റെ കൃത്യമായ വിവരങ്ങൾ നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അത് ലഭിക്കുക വളരെ പ്രയാസകരമാണ്. പക്ഷെ ഇതിന്റെ ചില സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അപ്പൊ ഏതായാലും വിവേകിന് ആയിരിക്കും അടുത്ത നോട്ടീസ്. മിക്കവാറും വീണയുടെ അറസ്റ്റിന് പിന്നാലെ, വീണയുടെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്തിനി സംഭവിക്കാനിരിക്കുന്നത് 3ാം തവണ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ വീണ അറസ്റ്റിലാകുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞ് വീണയുടെ സഹോദരനായ പിണറായി വിജയന്റെ മകനായ വിവേകിനെ ആയിരിക്കും അടുത്തു പിടിക്കാൻ പോകുന്നത്. 3ാമത് പിണറായിയിലേക്കാണ് ഇത് എത്താൻ പോകുന്നത്. മറ്റ് ചില സൂചനകൾ ലഭിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 3ാം തവണ എന്ന് പറഞ്ഞാൽ അടുത്ത തവണ വീണയെ ചോദ്യം ചെയ്യുമ്പോൾ വീണക്കൊപ്പം പിണറായി വിജയനെയും കൂടി ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ഈ അഡീഷണൽ ഡയറക്ടറുടെ ഈ ഒരു ഉന്നതതല യോഗത്തിൽ വെച്ച് അത്തരം ഒരു ആലോചനയുണ്ടായി എന്നുകൂടി നമുക്ക് അതിന്റെ ഒരു സൂചന കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം പിണറായി വിജയന് ഈ ചോദ്യം ചെയ്യാനുള്ള ഒരു അറിയിപ്പ് അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട ഒരു നോട്ടീസ് മിക്കവാറും ED വിതരണം ചെയ്തേക്കും, നൽകിയേക്കും. എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെയും ചോദ്യം ചെയ്യുകയാണ്. കാരണം പിണറായി വിജയനെ ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം വീണക്ക് വേണ്ടിയിട്ട് വാങ്ങിയതല്ല എന്ന് ഈ നാട്ടിലെ അന്തംഗമ്മികളല്ലാത്ത എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം വീണക്ക് ഈ മാസം പൈസ കൊടുത്തത് പിണറായി വിജയനെ എന്ത് ചെയ്യാനാണ്? സ്വാധീനിക്കാനാണ്. കാരണം കരിമണൽ കർത്താക്ക് കമ്പനി നടത്തണമെങ്കിൽ, കമ്പനി വളരെ വളരെ ശാന്തമായി നടത്തണമെങ്കിൽ ആരെ പ്രീതിപ്പെടുത്തണം? പിണറായി വിജയനെ പ്രീതിപ്പെടുത്തണം. അപ്പൊ പിണറായി വിജയനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പിണറായി വിജയന് കൈക്കൂലിയായിട്ട് കോഴയായിട്ട് ഒരുപാട് കോടികൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. PV എന്ന് പേരായ, അത് കരിമണൽ കർത്ത തന്നെ പറഞ്ഞിട്ടുണ്ട്, PV എന്നുള്ളത് പിണറായി വിജയനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ PV ഞാനല്ല എന്ന് പിണറായി വിജയൻ എത്ര തന്നെ പറഞ്ഞാലും ആ PV പിണറായി വിജയൻ തന്നെയാണ് എന്ന് കരിമണൽ കർത്ത, ഈ കോടികൾ കൊടുത്ത കരിമണൽ കർത്ത തന്നെ പറയുമ്പോൾ പിണറായി വിജയന് രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ അത് രേഖകളിൽ ഇല്ലാത്ത പണമാണ് കേട്ടോ. രേഖകളില്ലാത്ത ഒരു പക്ഷേ G ശക്തിനം പറഞ്ഞ പോലെ കൈതോലപ്പായിലോ ചാക്ക് കെട്ടിലോ ഒക്കെ ആയിരിക്കാം ആ പൈസ പോയത്. പക്ഷേ വീണയുടെ കാര്യം അങ്ങനെയല്ല. വീണക്ക് കിട്ടിയത്, അല്ലെങ്കിൽ വീണയിലൂടെ പിണറായി വിജയന് കിട്ടിയത് ഇത് ത്രൂ ബാങ്ക് ആയതുകൊണ്ട് അത് വളരെ വ്യക്തമായ രേഖകളുണ്ട്. അപ്പൊ അത് സംബന്ധിച്ചാണ് ED ഇപ്പോ അന്വേഷണം നടത്തുന്നത്. അപ്പൊ തീർച്ചയായും ഇത് ഈ പറയുന്ന 2 അല്ലെങ്കിൽ 2.5 വർഷത്തിനിടയിൽ 2.78 കോടി രൂപ വീണക്ക് കിട്ടിയെങ്കിൽ ഇത്രയും കാലത്തിനിടയിൽ കഴിഞ്ഞൊരു 10 വർഷത്തിനിടക്ക് പിണറായി വിജയന്റെ 1-2 ഭരണകാലത്തിനിടക്ക് എത്രമാത്രം തുകകൾ നമ്മുടെ മുമ്പിലുള്ളത് കരിമണൽ കർത്തായുടെ കമ്പനിയിൽ നിന്ന് മാത്രം വീണക്ക് കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ അല്ല. കാരണം കരിമണൽ കർത്തായുടെ കമ്പനിയിൽ നിന്ന് വീണക്ക് കിട്ടുകയാണെങ്കിൽ വീണക്ക് ഇതേപോലെ മറ്റു പല കമ്പനികളിൽ നിന്നും പിണറായി വിജയന് വേണ്ടിയിട്ട് വീണ പണം വാങ്ങിയിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അത്രയും വലിയൊരു തുക എങ്ങനെയൊക്കെയാണ് കിട്ടാൻ പോകുന്നത്, എങ്ങനെയൊക്കെയാണ് ഇത് ഇവർ ചെലവഴിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് ED ഇപ്പോൾ അതിന്റെ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുന്നത്.